ഓസ്ട്രേലിയയിൽ കനത്ത നാശം വിതച്ച നരേൽ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് എക്സ്മൌത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടാക്കി. ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട്. വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ വടക്കു പടിഞ്ഞാറൻ തീരത്ത് ട്രോപ്പിക്കൽ സൈക്ലോൺ നുരാൽ കാറ്റഗറി 4 ശക്തിയോടെ കരയിൽ പ്രവേശിച്ച് വലിയ ദുരന്താവസ്ഥ സൃഷ്ടിച്ചു. മണിക്കൂറിൽ ഏകദേശം 250 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റും കനത്ത മഴയും കാരണം എക്സ്മൌത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. നിരവധി വീടുകൾ തകർന്നു, മരങ്ങൾ വേരോടെ കടപുഴകി വീണു, വൈദ്യുതി ലൈനുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും വിച്ഛേദിക്കപ്പെട്ടു. ലിയർമൻ വിമാനത്താവളത്തിൽ ടെർമിനൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്ന നിലയിലാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് വൈദ്യുതി, കുടിവെള്ളം, ഫോൺ സേവനങ്ങൾ എന്നിവ നഷ്ടപ്പെട്ടതോടെ നിരവധി പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയും കടൽ പ്രളയവും കാരണം താഴ്ന്ന പ്രദേശങ്ങളിൽ വ്യാപകമായ വെള്ളപ്പൊക്കം ഉണ്ടായി. റോഡുകൾ വെള്ളത്തിനടിയിൽ ആയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. സുരക്ഷിതത്വത്തിനായി നിരവധി ആളുകളെ ഒഴിപ്പിക്കുകയും അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തു. സ്കൂളുകളും പൊതുസ്ഥാപനങ്ങളും താൽക്കാലികമായി അടച്ചു. ഇതിനിടെ നുരാൽ ഇപ്പോൾ ട്രോപ്പിക്കൽ ലോ ആയി ദുർബലമായെങ്കിലും ശക്തമായി മഴയും കാറ്റും തുടരുന്നതിനാൽ അപകട സാധ്യത പൂർണ്ണമായും മാറിയിട്ടില്ല. പ്രത്യേകിച്ച് വെള്ളപ്പൊക്ക ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചില പ്രദേശങ്ങളിൽ മഴ തെക്കോട്ട് വ്യാപിച്ച് പെർത്ത് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാലാവസ്ഥാ വ്യതിയാനം അനുഭവപ്പെടുന്നുണ്ട്. അതിനാൽ അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ.